ആ ദൈവതുല്യനായ നേതാവ് അതാരാണ് എന്ന് ഈ കേരളത്തിനകത്ത് പുറത്തു വരണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പത്മകുമാറിന് ദൈവതുല്യനയാൾ? അതൊക്കെ പോറ്റിയും പത്മകുമാറും വാസുവും അടക്കം വരുന്ന ആളുകൾ ആരുടെ ആളുകളാണ്? ഇവരെല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പോറ്റി നിരന്തരമായി ഈ കൊള്ളയ്ക്ക് ശേഷവും കണ്ടതാരെയാണ്? കടകംപള്ളി സുരേന്ദ്രനെ ഭീമാ ജ്വല്ലറിയുടെ പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടക്കമുള്ള ആളുകളോട് ഒപ്പം വേദി പങ്കിടുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നതാണല്ലോ. അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ പങ്ക് നിരന്തരമായി വ്യക്തമാക്കപ്പെടുകയാണ്. പത്മകുമാർ തന്നെ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്, ദൈവതുല്യനായ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്ന് പത്മകുമാർ നൽകിയൊരു മൊഴിയിൽ പറയുന്നു. ആ ദൈവതുല്യനായ നേതാവ് അതാരാണ് എന്ന് ഈ കേരളത്തിനകത്ത് പുറത്തു വരണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പത്മകുമാറിന് ദൈവതുല്യനയാൾ? അതല്ലെങ്കിൽ ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാരാണോ? ആര് തന്നെയായാലും ശരി, അയാൾ ദൈവതുല്യനായിരിക്കില്ല, അയാൾ കാട്ടുകള്ളനാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും പുതിയ അറസ്റ്റ് ഉണ്ടാവുകയാണ്. ഇന്നലെ CPI-യുടെ നേതാവായ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവ് എന്ന രീതിയിലുള്ള ഒരു പ്രിവിലേജിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിരന്തരമായി ചില IPS ഓഫീസർമാർ സമ്മർദ്ദപ്പെടുത്തുന്നതായി നമ്മൾ ഇന്നലെ ആരോപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഗത്യന്തരമില്ലാതായപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ പോയി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയും എത്ര അറസ്റ്റുകൾ പുറത്തു വരാനുണ്ട്? കടകംപള്ളി സുരേന്ദ്രൻ എത്ര കടകം തിരിഞ്ഞു മറിഞ്ഞാലും ശരി, ഈ കേസിൽ നിന്ന് കടകംപള്ളിയിൽ നിന്ന് പിണറായിലേക്കുമുള്ള ദൂരം അധികകാലമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, സന്നിധാനത്ത് സ്വർണ്ണക്കൊള്ള നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങളും കൊള്ള ചെയ്യുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ മോഷ്ടിച്ചെടുക്കുന്ന ഈ സർക്കാരിനെതിരായിട്ട് കൂടിയാണ്. എത്രയോ തൊഴിലവസരങ്ങളാണ് പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഇല്ലാതാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വിരമിക്കൽ പ്രായം 2 വർഷമായി കൂട്ടുകയാണ്. 58-ൽ നിന്ന് 60 വയസ്സാക്കി മാറ്റുന്നു. 150ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കമ്പനി ബോർഡിന് കീഴിലേക്ക് വരുന്ന സ്ഥാപനങ്ങളിലെ വിരമിക്കൽ പ്രായം 60 വയസ്സാക്കുമ്പോൾ 35,000 തൊഴിലവസരങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ഇല്ലാതാവുകയാണ്. ഞങ്ങൾ ചോദിക്കുകയാണ്, എവിടെയാണ് DYFI? എവിടെയാണ് സനോജും വസീഫും ഒക്കെ? എന്തുകൊണ്ടൊരു പ്രസ്താവന ഇറക്കുന്നില്ല? യുവജന വിരുദ്ധമായ നടപടിയല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? എന്തുകൊണ്ട് സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ ഒരു നിലപാട് കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല? അവരിവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന കഥ പറഞ്ഞ് ഇന്ന് കേരളത്തിലെ പല ജയിലുകളിലും പൊതിച്ചോറ് കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന തിരക്കിലാണ്. ആ സനോജിനോടും വസീഫിനോടും ഞങ്ങൾ പറയുന്നു, ആ പൊതിച്ചോറുമായി നിങ്ങൾ വരും കാലങ്ങളിൽ സെൻട്രൽ ജയിലുകളിലേക്ക് പോകേണ്ടി വരിക. അത് കടകംപള്ളിക്കും പത്മകുമാറിനും പിണറായി വിജയനും കൊടുക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ